കോമഡി ഉണ്ട്, പിന്നെ ആക്ഷൻ ഉണ്ട്, പിന്നെ എന്താ പറയുക, റൊമാൻസ് ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തൊരു അടിപൊളി സാധനം. പിന്നെ മ്യൂസിക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് വിജയാന്ത്, കാർത്തിക്, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പോൾ പേര് പറയണമെങ്കിൽ അതേ സ്റ്റൈലൊരു നമ്മുടെ മലയാളത്തിൽ നല്ല സിനിമകൾ പഴയ കാലഘട്ടം വന്നപോലെ തമിഴിലെ പല പഴയ കാലഘട്ടം ആ ഡയറക്ടർ തിരിച്ചുകൊണ്ട് വന്നേക്കും. മൂവി ഞങ്ങൾക്കെല്ലാം ഗൂസ് ബംസ് പൊങ്ങായിരുന്നു, ഭയങ്കര ഇമോഷണൽ ആയിട്ട്. ഈ പറയുന്ന പോലെ നമുക്ക് ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യുന്ന പറയുമല്ലോ. അപ്പം എനിക്ക് ലൈക്ക് ഓരോ മ്യൂസിക് ബീറ്റും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഗൂസ് ബംസ് ഒക്കെ അടിച്ച്. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം സൂപ്പർ ഹിറ്റ് സിനിമയാകും. കാരണം അതിൽ യാതൊരു സംശയം. നമുക്ക് മുൻകാലങ്ങളിൽ തമിഴ് ചിത്രം കണ്ടിട്ടില്ലേ, നല്ല ഡപ്പാങ്കുത്ത്. അതായത് വിജയാന്ത്, കാർത്തിക്, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പോൾ പേര് പറയണമെങ്കിൽ അതേ സ്റ്റൈലൊരു നമ്മുടെ മലയാളത്തിൽ നല്ല സിനിമകൾ പഴയ കാലഘട്ടം വന്നപോലെ തമിഴിലെ പല പഴയ കാലഘട്ടം ആ ഡയറക്ടർ തിരിച്ചുകൊണ്ട് വന്നേക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് അടിപൊളി. പിന്നെ ഇതിൽ കാളപ്പോര്, നമ്മൾ ഇതൊക്കെ കേട്ട് ഈ പാലക്കാടൊക്കെ നടക്കുന്ന സംഭവമാണ്. നമുക്കിത് അധികം മനോഹരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചേക്കുന്നത്. ആ സെറ്റാണെങ്കിലും എന്താണെങ്കിലും നല്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രവും അദ്ദേഹം കാസ്റ്റ് ചെയ്തേക്കുന്ന ആ നടനില്ലേ, അദ്ദേഹത്തിന് ഒരു കാർത്തികിൻ്റെ ഒരു ചായയാണ്. പിന്നെ ഇതിൽ ആക്ഷൻ രംഗങ്ങൾ, പിന്നെ എന്താ DOP, മ്യൂസിക്, ബീജം, പഴയ സ്റ്റൈലിൽ സംഭവിക്കില്ലേ, പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂം നമ്മൾ ഈ ജന്മിമാരെന്താണ് പറഞ്ഞ ഈ ഓരോ ഗ്രാമപ്രദേശ സ്ഥലവന്മാരെന്നൊക്കെ പറയില്ല, അതിൽ ആ കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മലയാളികൾ ഈ സിനിമ കാരണം മലയാളികൾ സ്വീകരിക്കൽ മാത്രമല്ല ഈ ചിത്രം കണ്ടിട്ട് തീരാനഷ്ടമാണ്. കാരണം ഇത് നമ്മൾ ഇൻട്രോയിൽ വരെ കണ്ടിട്ട് നമ്മൾ ഇതെന്താണ് ഈ പടം കൊണ്ടുപോയി അവസാനിക്കണം, ക്ലൈമാക്സ് ആണ് ഞെട്ടിച്ചത്. നമ്മൾ വിചാരിക്കുന്നൊരു ഇതല്ല, അതിനപ്പുറം വന്നേക്കും. തമിഴ് സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം കൊണ്ടുവന്നേക്കുന്നത്. അതെ അതെ, ഈ മലയാള സിനിമ മികച്ചതായിട്ടെല്ലാം വരുന്ന പോലെ ഈ തമിഴില് ഇപ്പൊ നമ്മ ഒരുപാട് തമിഴ് ഇതൊക്കെ നമുക്ക് ഇത് ഓർത്തിരിക്കും ഈ സിനിമ. പിന്നെ അത്രയ്ക്കും പെർഫെക്റ്റ് ഉള്ള പാട്ടുകൾ. മുൻകാലങ്ങളിലൊക്കെ ഒരു 7-8 പാട്ടുള്ള പോലെ ഇതിൽ പാട്ടുണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കാത്ത പോലെ ഓരോ സീക്വൻസ് ആണ്, ഓരോ ഫ്രെയിം അതിഗംഭീരമായിട്ടുണ്ട്. കാരണം ഈ നായികമാരായിട്ട് ചെറിയ കുട്ടികളോട്ട് മുതിർന്നവർ വരെ ഒക്കെ നല്ല കഥാപാത്രങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലൊക്കെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിട്ടുണ്ട്. മലയാളികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്, അതിൽ യാതൊരു സംശയം. ഇത് ഒരു നഷ്ടമില്ല ഈ പടം നിങ്ങൾ കാശ് മുടക്കി കണ്ടത്. കാരണം അത്രയ്ക്കും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന സിനിമ, ഒരു പ്രകൃതി രമണീയമായ സിനിമ, പിന്നെ ഗ്രാമാന്തരീക്ഷത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകും, അത് യാതൊരു സംശയമില്ല. ഇതിന്റെ ഡയറക്ടറിന് നമ്മുടെ മലയാളികളുടെ അതിപ്പോൾ ഡയറക്ടർ ഏതാണെന്ന് അറിയില്ല, എന്തായാലും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം അത്രയ്ക്കും നമുക്ക് മനസ്സിൽ കൊണ്ട് ആ സിനിമ അത് തിരിച്ച് നമുക്ക് ലാസ്റ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ലിങ് മനസ്സിലായത്. അത് നല്ലൊരു സിനിമ പാടാണ്, സൂപ്പർ ഡയറക്ടർ. അതെ അതെ, അതിന്റെ പേരോർക്കണം. കാരണം ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമകളൊക്കെ വരട്ടെ. കാരണം ഇത് ഇപ്പൊ തമിഴ്നാട്ടിൽ എന്തായാലും സ്വീകരിക്കും സിനിമ. കാരണം അവർക്കൊക്കെ ഈ മുൻകാലങ്ങളിൽ പറഞ്ഞ പഴയ തലമുറകൾ കണ്ടിരുന്ന പടം പുതിയ തലമുറകൾക്ക് കാണാൻ പറ്റിയ സിനിമ, നല്ലൊരു സിനിമ. എന്ത് തോന്നുന്നു എല്ലാവരുടെ കൂടെയും പടം കണ്ടപ്പോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തൊരു ദിവസം എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. അപ്പം നല്ല എന്താ പറയുക, ഞാൻ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു ഇറങ്ങുമ്പം 1-2 പേരെടുത്ത് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, ഓണസ്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അത്യാവശ്യം കോമഡി ഉണ്ട്, പിന്നെ ആക്ഷൻ ഉണ്ട്, പിന്നെ എന്താ പറയുക, റൊമാൻസ് ഉണ്ട്, എല്ലാം മിക്സ് ചെയ്തൊരു അടിപൊളി സാധനം. പിന്നെ മ്യൂസിക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കാളങ്ങളുമായിട്ടുള്ള ആ ഒരു സീനൊക്കെയാണ് എല്ലാവരും എടുത്ത് പറയുന്നത്. ജല്ലിക്കെട്ടല്ല, അതിലും ടഫായിട്ടുള്ളതാണല്ലോ. എന്തായിരുന്നു പേര്? വടമഞ്ച് വരട്ട്. അതെങ്ങനെ ഉണ്ടായി അതൊക്കെ കണ്ടപ്പോൾ? അതൊക്കെ നമ്മൾ സെറ്റിൽ കുറച്ചിങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ സിനിമ ഷൂട്ടിൽ നമുക്ക് അറിയാമല്ലോ, കാണുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ശരിക്കും സിനിമയിലാണ് നമ്മളും അത് ശരിക്കും കാണുന്നത്. അപ്പം അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു ഫസ്റ്റിൽ. അപ്പം നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ക്രൂവിൻ്റെ അടുത്തൊക്കെ ഇതെന്താ സാധനം, ഇതെന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമായിരുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇതിങ്ങനെ ഒരു കൾച്ചറാണ്, ഇതിങ്ങനെ ഒരു ഗെയിമാണ് എന്നൊക്കെ ഇങ്ങനെ എനിക്ക്. എങ്ങനെയുണ്ട് പടം? അതെ, നമ്മുടെ മലയാളീൻ്റെ കൂടെ നമ്മൾക്ക് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അവൻ്റെ റെസ്പോൺസ് അറിയാൻ പറ്റി. സോ ഞങ്ങളുടെ കുറേ മെമ്പേഴ്സ് വന്നിട്ട് മധുരയിലും ചെന്നൈയിലുമാണ്, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഇവിടെ വരാൻ പറ്റിയുള്ളൂ. സോ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ റെസ്പോൺസ് എല്ലാം കാണുമ്പോൾ. എല്ലാവരും പോയി പടം കാണണം. ഒരു പ്രേക്ഷക എന്ന നിലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു മൂവി ഞങ്ങൾക്കെല്ലാം ഗൂസ് ബംസ് പൊങ്ങായിരുന്നു, ഭയങ്കര ഇമോഷണലായിട്ട് നല്ലൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു. സോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.
എങ്ങനെയുണ്ട് പടം കണ്ടിട്ട്? സങ്കടം വന്നോ, കരഞ്ഞോ? ഞാൻ സന്തോഷക്കണ്ണീര്? കോഴ്സ് ഈ പറയുന്ന പോലെ നമുക്ക് ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മൂഡിനെ ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യുന്ന പറയുമല്ലോ. അപ്പം എനിക്ക് ലൈക്ക് ഓരോ മ്യൂസിക് ബീറ്റും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ആ ഒരു ഗൂസ് ബംസ് ഒക്കെ അടിച്ച്, പിന്നെ ചില അഫ്കോഴ്സ് ഞാൻ അതിലൊരു ഇമോഷണൽ സീൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സീരിയസ്ലി ഇമോഷണലായി. കൂടെ ഇരുന്നവർക്ക് ഇമോഷണലായി എന്നൊക്കെ പറഞ്ഞു, വിച്ച് മീൻസ് അത് വർക്കൗട്ട് ആയി എന്നുള്ളതാണ്. അതിൽ ഭയങ്കര സന്തോഷം. പടം ടോട്ടലി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ട് ആവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ മലയാളീസും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഈ പടത്തിന് വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഓഡിയൻസാണ് കണ്ടിട്ട് അത് വിലയിരുത്തേണ്ടത്. ആൻഡ് ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് ഇതുപോലെ മുന്നോട്ട് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. കാരണം ഞങ്ങളെപ്പോലെയുള്ള ആർട്ടിസ്റ്റിനും ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തമിഴ്നാട്ടിൽ എങ്ങനെയുണ്ട്? എന്തെങ്കിലും റെസ്പോൺസ് അറിഞ്ഞോ? എനിക്ക് ഒരു റെസ്പോൺസും അറിയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും പടം ഓടിക്കൊണ്ടിരിക്കും. തമിഴ്നാട്ടിൽ ഏതാണ്ട് 400+ തിയേറ്റേഴ്സിൽ പടം ഓടുന്നുണ്ട്. സോ എല്ലാം ഈ പറയുന്ന പോലെ ഷോ കഴിയുമ്പോഴേ ഫുൾ ഫ്ലഡ്ജിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ മലയാളീസ് കണ്ടിട്ട് അവർക്ക് അത് ആക്ച്വലി വർക്കായി എന്ന് പറയുന്നു. അപ്പം അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ്. അപ്പോൾ തമിഴർക്ക് കൂടുതലായി ഭയങ്കരമായിട്ട് വർക്കാവും. കാരണം ഇതിൽ പറയുന്ന ഈ വടമഞ്ചു വരട്ട് എന്ന് പറയുന്ന ആർട്ട് ഫോം ഉണ്ടല്ലോ, ആർട്ട് ഫോം അവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വില്ലേജ് സൈഡിലേക്ക് പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് അവർക്കത് കൂടുതൽ ആവുമെന്ന് കരുതുന്നു. ഓഫ് കോഴ്സ് എല്ലാ രീതിയിലും നന്നായി വന്നിട്ടുണ്ട്. സോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ പോയി കാണാത്തവർ പോയി കാണുക. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഏതാണ്ട് 100+ തിയേറ്റേഴ്സ് ഇവിടെ കേരളത്തിൽ റിലീസുണ്ട്. ഈ മെയിൻ ലീഡ് ചെയ്ത വിമൽ സാറൊക്കെ ഉണ്ടല്ലോ, അവരായിട്ടൊക്കെ എങ്ങനെയാണ് കോണ്ടാക്ട്? നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. വിമൽ സാറാണെങ്കിലും നട്രാജ് സുബ്രഹ്മണ്യം സാർ, നട്ടി സാർ, അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയുള്ളൂ. ഇവിടെ ഒത്തിരി അധികം പടങ്ങൾ ചെയ്ത് നമ്മളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പ്ലസ് അതെനിക്കൊരു ചലഞ്ചായിരുന്നു, എസ്പെഷ്യലി നട്ടി സാറിൻ്റെ കൂടെയൊക്കെ. കാരണം നട്ടി സാർ ആക്ച്വലി ഒരു നോൺ സിനിമാറ്റോഗ്രാഫർ, പ്ലസ് അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ പോയി നമ്മൾ ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രീതി പോലെ ഒരു മുഷിപ്പൊന്നും അവർ കാണിക്കാൻ നിന്നിട്ടില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തെങ്കിലും സജഷൻസ് തരും. ഇങ്ങനെ ചെയ്തു നോക്കും, അങ്ങനെ ചെയ്തു നോക്കും, ചിലപ്പോൾ വർക്കൗട്ട് ആവും. അല്ലെങ്കിൽ പേടി കൊണ്ടൊക്കെ നിന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഷോട്ടൊക്കെ ഞങ്ങൾ ചെയ്ത സമയത്ത് എനിക്ക് ചെറിയ പേടി കാരണം എനിക്ക് ഡയലോഗ്സ് വന്നില്ല, ചെറിയൊരു വിക്കലൊക്കെ വന്നു. അപ്പോൾ സാർ പറഞ്ഞു കൂളമ്മ കൂൾ, മെതുവാ പണ്ണാൽ പോതും, എന്താ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അത്ര സപ്പോർട്ടീവായിരുന്നു. സോ എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു മൊമെൻ്റാണ്. പിന്നെ വിമൽ സാറാണെങ്കിൽ ഇതിൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട് ഒരുപാട്. ആക്ഷൻ സീക്വൻസിൽ പലതിലും വിമൽ സാറിന് ഒട്ടും ഹെൽത്ത് വൈസ് ഓക്കെ അല്ലായിരുന്നു. പുള്ളിക്കാരൻ നല്ല പനിയായിരുന്നു. ആ സമയത്തും പുള്ളി അതെല്ലാം ലൈക്ക് കംപ്ലീറ്റ്ലി മറന്ന് പുള്ളി അതിലേക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ട് നിന്നു. സോ അതൊക്കെ ഒരു ഭയങ്കര ഡെഡിക്കേഷനാണ്.